സിന്ധു നദീജല കരാറിലെ വിഷയം നാൾക്ക് നാൾ വലിയ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പാകിസ്ഥാനിലെ എല്ലാ മന്ത്രിമാരും നിരന്തരം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. കാരണം നദീജലം കിട്ടാതെ പാകിസ്ഥാന്റെ നടുപൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യയെ തീർത്തു കളയുമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ മറ്റൊരു മന്ത്രി നരേന്ദ്രമോദിയുടെ കൈവെട്ടിയെടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന ഇറക്കി. ഇപ്പോഴിതാ ബിലാവൽ ഭൂട്ടോ സർദാരിയാണ് സിന്ധു നദീജല കരാറിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനായിട്ടുള്ള ഇയാൾ ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ സംഘടിപ്പിച്ച ഒരു അന്താരാഷ്ട്ര സെമിനാറിൽ പാകിസ്ഥാന്റെ വെള്ളം തടയാൻ ശ്രമിച്ചാൽ ഇത് പാരിസ്ഥിതികമോ നയതന്ത്രപരമോ ആയ തർക്കമായി മാറില്ല, രാജ്യത്തിന്റെ നിലനിൽപ്പിന് നേരെയുള്ള ആക്രമണമായി കരുതും എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആണവ സിദ്ധാന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കോ ജലസ്രോതസ്സുകൾക്കോ ഗുരുതരമായ നാശം വരുത്താനുള്ള ഏതൊരു ശ്രമവും ദേശീയ നിലനിൽപ്പിന് ഭീഷണിയായി കണക്കാക്കുന്ന ചില സാഹചര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്ന് ബിലാവൽ പറഞ്ഞു. അതായത് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഇയാൾ തത്വത്തിൽ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം യുദ്ധഭീഷണി മുഴക്കുകയും വെള്ളം നിർത്താനുള്ള പാകിസ്ഥാന്റെ നടപടി ആണവ അർമഗെദ്ദോൻ പോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെതിരെ തുല്യ ഗൗരവത്തോടെ ഞങ്ങൾ പ്രതികരിക്കും എന്നുമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ജലത്തെ ആയുധമാക്കി സമ്മർദ്ദം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സർദാരി ആരോപിച്ചു. സിന്ധു നദി പാകിസ്ഥാനിൽ വിലപേശൽ ചിപ്പല്ല, മറിച്ച് രാജ്യത്തിന്റെ ജീവനാഡിയാണെന്നും ബിലാവൽ പറഞ്ഞു. അതിനാൽ പാകിസ്ഥാൻ അതിന്റെ ജലം, ഉടനടി പരമാധികാരം, ഭാവി എന്നിവ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഞങ്ങൾക്ക് സമാധാനം വേണം, പക്ഷേ ബഹുമാനത്തോടെ ഞങ്ങൾക്ക് സംഭാഷണം വേണം. പക്ഷേ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആരുടെയും മുന്നിൽ തല കുനിക്കില്ല ഞങ്ങൾ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓരോ ഭീകരവാദികളെയായി ഇന്ത്യയിലേക്ക് കടത്തിവിടുമ്പോൾ, പുൽവാമ ആക്രമണം നടത്തുമ്പോൾ, നമ്മുടെ പട്ടാളക്കാരെ ഓരോരുത്തരെയായി കൊന്നൊടുക്കുമ്പോൾ പണ്ട് നോക്കി നിന്നതുപോലെയുള്ള ഒരു സർക്കാരല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് കൃത്യമായി പാകിസ്ഥാന് മനസ്സിലായി കാണും. അവർക്ക് വെള്ളം ലഭിച്ചോട്ടെ, ഞങ്ങളുടെ പട്ടാളക്കാർ മരിച്ചോട്ടെ എന്നല്ല ഇപ്പോഴത്തെ സർക്കാർ വിചാരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.